സിവിൽ സർവീസ് മനസ്സിൽ ലക്ഷ്യം വെക്കുന്ന ആളുകൾ പലരും +2 ഹ്യൂമാനിറ്റീസൊക്കെ ചൂസ് ചെയ്യുന്നത് പലരും സിവിൽ സർവീസ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഈ മെയിൻസിലേക്കൊക്കെ വരുമ്പോൾ നമ്മളുടെ പേപ്പറുകൾ സെലക്ട് ചെയ്യുന്ന കാര്യത്തിലൊക്കെ വരുമ്പോൾ ഡിഗ്രിയിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന സബ്ജക്റ്റ് അതല്ലെങ്കിൽ സിവിൽ സർവീസിന് കുറച്ചുകൂടി സഹായകരമാകുന്ന വിഷയങ്ങൾ അങ്ങനെയുണ്ടോ? അത് സത്യത്തിൽ നമ്മൾ കുറച്ച് ആത്മവിമർശനപരമായിട്ട് ഞാൻ ഉൾപ്പെടുന്ന സിവിൽ സർവീസ് പരിശീലകർ കരുതേണ്ട ഒരു കാര്യമാണ്. കാരണം നിങ്ങൾക്കറിയാം, എപ്പോഴും ഒരു പ്രൈവറ്റ് മേഖല വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ അവർ സ്വാഭാവികമായും പുതിയ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാൻ ശ്രമിക്കും, അതല്ലെങ്കിൽ നിലവിലുള്ളതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തത കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. പക്ഷേ നമുക്ക് എല്ലാ കാര്യത്തിലും ഇങ്ങനെ വ്യത്യസ്തത കൊണ്ടുവരാൻ കഴിയില്ല. സിവിൽ സർവീസ് പരീക്ഷ അതിന് പറ്റുന്ന ഒരു ഉദാഹരണമാണ്. കാരണം സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പോൾ നമ്മൾ പല നിലയ്ക്ക് കുട്ടികളെ പരിശീലിപ്പിക്കുന്ന രീതികൾ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ സിവിൽ സർവീസിന് പഠിക്കാൻ ഇന്ന ബിരുദം പഠിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. മാത്രമല്ല, നിങ്ങൾ ബിരുദ പഠനത്തിന് യാതൊരു ശ്രദ്ധയും കൊടുക്കണ്ട, മറിച്ച് സിവിൽ സർവീസ് സിലബസിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുകയും മീൻ ടൈമിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി എടുത്ത് പാസ്സാവുകയും ചെയ്താൽ മതി എന്ന് സജസ്റ്റ് ചെയ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അതിൻ്റെ പരസ്യങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം അപകടകരമാണ്. നമുക്ക് നമ്മുടെ കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ 12ാം ക്ലാസ് പഠിക്കുകയാണോ, 12ാം ക്ലാസ് നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം നിങ്ങളുടെ ആദ്യത്തെ ഫോക്കസ് എപ്പോഴും ഈ രാജ്യത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എക്സലൻസിൽ കയറാൻ പറ്റുമോ എന്നുള്ളതാണ്. നിങ്ങൾ സയൻസ് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് IIT കയറാൻ പറ്റുമോ നോക്കുക, NIT കയറാൻ പറ്റുമോ നോക്കുക. കാരണം നിങ്ങളൊരു ഉദാഹരണം നോക്കുക, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ കൺസിസ്റ്റൻ്റ് ആയിട്ട് സിവിൽ സർവീസിലേക്ക് അയക്കുന്നത് NIT കാലിക്കറ്റ് എന്ന സ്ഥാപനമാണ്. അത് കേരളത്തിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ എക്സലൻസ് ആണ്. അപ്പോൾ അവിടെ നിന്നാണ് കുട്ടികൾ വരുന്നത്. അതേപോലെ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി നിങ്ങൾ നോക്കുക, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരുപാട് ആളുകൾ നിരന്തരം സിവിൽ സർവീസിലേക്ക് വരുന്നുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രധാനപ്പെട്ട കോളേജുകളിൽ നിന്നെല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കുട്ടിക്ക് ഏറ്റവും മാക്സിമം എക്സ്പോഷർ കിട്ടാൻ സാധ്യതയുള്ള ഒരിടത്ത് അവൻ ബിരുദം പഠിക്കുക എന്ന് പറയുന്നത് സിവിൽ സർവീസിനെ ഓട്ടോമാറ്റിക്കലി ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ആസ്പെക്റ്റാണ്. അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, സിവിൽ സർവീസ് പരിശീലനത്തിൻ്റെ കമേഴ്ഷ്യലായ കൈകൾ നമ്മൾ നീട്ടേണ്ടതില്ല. കുട്ടികൾ അവിടെ വരെ പഠിക്കട്ടെ, അതിനുശേഷം അവന് സ്വാഭാവികമായി ഉണ്ടാവേണ്ട ഒരു താല്പര്യമാണ് സിവിൽ സർവീസിനോട്. നമ്മൾ ആകെ ബോധപൂർവ്വം ശ്രമിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുട്ടികളിൽ വലിയൊരു ശതമാനം ആളുകൾ അജ്ഞത മൂലം സിവിൽ സർവീസിനെ ഒരു കരിയറായിട്ട് എടുക്കാതെ പോകുന്നുണ്ട്. അതായത് ഇത് എനിക്ക് താങ്ങാൻ കഴിയാത്ത ഒന്നാണെന്നുള്ള തെറ്റിദ്ധാരണ മൂലം. ആ തെറ്റിദ്ധാരണ ഒഴിവാക്കാനുള്ള ശ്രമം നമ്മൾ അവർക്ക് കൊടുക്കുക. പിന്നെ നമ്മുടെ നാട്ടിലെ സാധാരണ കോളേജുകളിൽ, ശരാശരി കോളേജിൽ പഠിക്കുന്ന കുട്ടിക്ക് അത് പറ്റില്ലേ എന്ന്, അത് പറ്റില്ല എന്നല്ല പറയുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ അവിടെ കുറച്ചുകൂടെ കൂടുതൽ സമയം എടുക്കണം. അതായത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലുള്ള ഒരാൾക്ക് കിട്ടുന്ന സ്വാഭാവികമായ എക്സ്പോഷർ നമുക്കില്ല എന്നതുകൊണ്ട് നിങ്ങൾ കോളേജിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക, സിവിൽ സർവീസിൻ്റെ സിലബസിനെ ആകുന്നത്ര മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ ഇന്നത്തെ കണ്ടീഷനിൽ ഒരുപാട് അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയ വെബ്സൈറ്റുകളും ഒരുപാട് ട്യൂട്ടോറിയൽ വീഡിയോകളൊക്കെ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്ഥാപനങ്ങളെ, ഇപ്പം ഞങ്ങളുടെ തന്നെ സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നുണ്ട്. ഡെയിലി കറണ്ട് അഫെയർസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഫോളോ ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യുന്നത് നിങ്ങൾ ആദ്യമേ തുടങ്ങുക. സോ ദാറ്റ് ഈ 3rd ഇയറിലെത്തുമ്പോൾ നമ്മളൊരു സാധാരണ സ്കൂളിലെ കുട്ടിയും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എക്സലൻസിനോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന നിലയിലേക്ക് അവന് വളർന്നു വരാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്യുന്ന കുട്ടികളെ നമ്മൾ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ പത്രം വായിക്കുന്ന ഒരു സംസ്കാരം, അത് നമുക്ക് കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ വിവിധ കോളേജുകളിൽ ക്ലാസ് എടുക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാനൊരു 20 ദിവസത്തിനുള്ളിൽ ഒരു 25 കോളേജിലെങ്കിലും പോയി. ആ 25 കോളേജിൽ പോയപ്പോൾ അവിടെ എല്ലാം കൂടി 25 കുട്ടികൾ പത്രം വായിക്കുന്നില്ല. അപ്പോൾ പത്രം വായിക്കാതിരുന്നാലുള്ള പ്രശ്നം, ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിനെ നമ്മളുടെ ഒരു ഇൻഫർമേഷൻ ഗ്യാതറിങ് സോഴ്സായിട്ട് ഉപയോഗിച്ചാൽ അതിനകത്തൊരു അപകടമുണ്ട്. സിവിൽ സർവീസ് പോലെയുള്ള ഒരു ഗൗരവതരമായ പരീക്ഷ എഴുതാൻ മാത്രമുള്ള കോണ്ടൻറ്റ് അതിനകത്ത് കിട്ടില്ല. പ്രത്യേകിച്ച് വളരെ ചെറിയ ഡ്യൂറേഷൻ വീഡിയോസും ചെറിയ ഡ്യൂറേഷനുള്ള കണ്ടൻസുമാണ് അതിനകത്ത് കിടക്കുന്നത്. വളരെ പെരിഫറലാണ് അതിൻ്റെ നോളജ്. അതുപോലെ തന്നെ UPSC നിങ്ങളോട് ഇന്ത്യയുടെ റോക്കറ്റ് സയൻസിനെ പറ്റിയിട്ടൊന്നും ചോദിക്കുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു കൗതുകത്തിന് വേണ്ടി ഞാൻ UPSCയുടെ മെയിൻസിന് ചോദിച്ച 2 ചോദ്യങ്ങൾ പറയാം. ഒരു ചോദ്യം പറഞ്ഞിരിക്കുന്നത്, കുഞ്ഞുങ്ങളെ താലോലിക്കുന്ന ജോലി നമ്മൾ മൊബൈൽ ഫോണുകൾക്ക് കൈമാറി കഴിഞ്ഞോ എന്നാണ്. അതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നാണ്. സാമൂഹ്യ ബോധമുള്ള ഒരാൾക്ക് സ്വന്തം നിലയിൽ എഴുതാവുന്ന ഉത്തരമാണത്. വിവാഹങ്ങൾക്ക് ഒരു മതപരമായ ആചാരം എന്ന നിലയിലുള്ള പ്രസക്തി നഷ്ടപ്പെടുന്നുണ്ടോ എന്നാണ് മറ്റൊരു ചോദ്യം. അതും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നമുക്ക് സ്വന്തം നിലയിൽ പറയാവുന്നതാണ്. പക്ഷേ പ്രശ്നം, നിങ്ങളുടെ ഇൻഫർമേഷൻ ഗ്യാതറിങ് സോഴ്സ് എപ്പോഴും ഒതൻറ്റിക് ആയിരിക്കണം. ഇപ്പോൾ നമ്മളൊരു ടെലിവിഷൻ ചാനലിൽ നിന്ന് ന്യൂസ് കാണുന്നതും ഫേസ്ബുക്കിൽ നിന്ന് ഒരു ന്യൂസ് എടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കേരളത്തിലെ എല്ലാ ആളുകൾക്കും മുന്നിലേക്ക് ഒരേ വാർത്തയാണ് ഒരു ടെലിവിഷൻ ചാനൽ കൊടുക്കുന്നത്. വിച്ച് മീൻസ് ആളുകൾ ഒരു ഷെയർഡ് റിയാലിറ്റിയിൽ അത് നിലനിർത്തുന്നുണ്ട്. ഈ സാധ്യത ഓൺലൈനിലില്ല. അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരെപ്പോഴും സോഴ്സസിനെ പറ്റി വളരെ
ശ്രദ്ധാലുക്കളായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കും ഇന്ന് ഒരു ഡിജിറ്റൽ വിപ്ലവത്തിൻ്റെ കാലത്ത് ഇത്തരം സോഴ്സുകൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല. പണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റി പഠിക്കുന്നവർക്കുള്ള ഒരു ആഡഡ് അഡ്വാൻറ്റേജ് അവിടുത്തെ കോച്ചിങ് സെൻറ്റേഴ്സിലേക്കുള്ള ആക്സസ് ആണ്. അതിന്ന് നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടും. നമ്മൾ ഏത് വിഷയം പഠിച്ചാൽ പെട്ടെന്ന് അല്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യാം എന്നുള്ളതിനെ പറ്റി പറഞ്ഞു. ബിടെക് പഠിച്ചവർ വലിയ അളവിൽ സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യുന്നുണ്ട്. എന്താ ഈ ബിടെക്കാർക്ക് ഇതിലൊരു എളുപ്പം അല്ലെങ്കിൽ അവർക്ക് എന്താ മെച്ചം കിട്ടുന്ന ആ കോഴ്സ് കൊണ്ട്? സത്യത്തിൽ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആസ്പിറേഷണൽ മിസ്മാച്ച് എന്ന് പറയും. അതായത് എൻ്റെ വിദ്യാഭ്യാസത്തിനും എൻ്റെ അറിവിനും നിലവാരത്തിനുമൊത്ത ഒരു ജോലി എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ എൻ്റെ കരിയർ ഫുൾ ഞാൻ ഈ ആസ്പിറേഷണൽ മിസ്മാച്ച് നേരിടുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ തോതിൽ ആസ്പിറേഷണൽ മിസ്മാച്ച് നേരിടുന്ന ഒരു സമൂഹം ഈ ബിടെക് കുട്ടികളുടേതാണ്. കാരണം 5 ലക്ഷത്തോളം ബിടെക്കുകാർ നമ്മുടെ നാട്ടിൽ നിന്ന് പഠിച്ചിറങ്ങുന്നു. അതിൽ ഏതാണ്ട് 76%, ഫിക്കിയുടെ കണക്കനുസരിച്ച് ഏതാണ്ട് 76% ബേസിക് എംപ്ലോയബിലിറ്റി സ്കിൽസ് ഇല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് സെക്ടറിൽ ജോലികളുണ്ടെങ്കിൽ പോലും ഇവർക്ക് അവിടെ എത്തിപ്പെടാനുള്ള സാധ്യത കുറച്ച് കുറയും. അത് കാരണം വലിയ തോതിൽ UPSC പഠിക്കാനായിട്ട് ബിടെക് കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ നമ്പർ ആ സ്പെക്ട്രത്തിൽ കൂടുതലാണെന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, സിവിൽ സർവീസിൻ്റെ പ്രിലിമിനറി പരീക്ഷയിൽ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് 80 ചോദ്യങ്ങളുള്ള ഒരു പരീക്ഷയാണത്. ആ പരീക്ഷയിൽ നമ്മൾ 10ാം ക്ലാസ് നിലവാരമുള്ള മാത്തമാറ്റിക്കൽ നോളജ് വേണമെന്നാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പറയുന്നത്. പക്ഷേ അപ്പോഴും ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തിൽ നിങ്ങൾ 10ാം ക്ലാസ് നിലവാരമുള്ള മാത്സ് അറിഞ്ഞിരുന്നാൽ ആ പരീക്ഷനെ അത്ര എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല. കാരണം ഇൻ്റഗ്രൽ കാൽക്കുലസ്, ഡിഫറൻഷ്യൽ കാൽക്കുലസ്, സെറ്റ്സ്, റിലേഷൻസ്, ഫങ്ഷൻസ്, പ്രോബബിലിറ്റി, ഇങ്ങനെ മാത്സിലെ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയ അനലിറ്റിക്കൽ കോൺസെപ്റ്റുകളും നമ്മൾ പഠിക്കുന്നത് 11-12ലാണ്. സത്യത്തിൽ ബിടെക്കുകാർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ മെഡിക്കൽ സയൻസ് പഠിച്ചവർക്ക് കിട്ടുന്ന ഒരു പ്രധാന അഡ്വാൻറ്റേജ് അവരുടെ ആ ഡിഗ്രി കോഴ്സിൻ്റെതല്ല. ഇൻസ്റ്റഡ് അവർ 12ാം ക്ലാസ്സിലെ സയൻസ് പഠിച്ചതിൻ്റെതാണ്. അത് അവർക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജാണ്. അപ്പോൾ സിവിൽ സർവീസിൻ്റെ അഭിരുചി പരീക്ഷ ഒരു ക്വാളിഫയറാണ്. അതായത് ആ പരീക്ഷയിൽ 33% മാർക്ക് കിട്ടാത്തൊരു കുട്ടീനെ അയാൾ മറ്റേ പരീക്ഷയിൽ എത്ര എക്സലൻ്റ് ആയിട്ട് പെർഫോം ചെയ്താലും അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ അനുവദിക്കില്ല. അപ്പോൾ എഞ്ചിനീയറിംഗ് കുട്ടികൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു പ്രധാന അഡ്വാൻറ്റേജാണ് ഈ പരീക്ഷ. ഇപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ എഞ്ചിനീയറിംഗ് പഠിച്ച കുട്ടികളെയും തോൽപ്പിക്കാവുന്ന തരത്തിൽ അവരത് കടുപ്പമാക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും ഒരു ഹിസ്റ്ററി, ജോഗ്രഫി പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന 11ൽ തന്നെ ഹ്യൂമാനിറ്റീസിലേക്ക് സ്വിച്ച് ചെയ്ത ആളുകളെക്കാൾ കൂടി ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ എപ്പോഴും ബിരുദം തിരഞ്ഞെടുക്കുന്നത് IASന് വേണ്ടി ആവരുത്. കാരണം വിജയ ശതമാനം ഇത്രയും കുറഞ്ഞൊരു പരീക്ഷയെ തൻ്റെ അൾട്ടിമേറ്റ് കരിയർ ഗോൾ അല്ലെങ്കിൽ സിംഗിൾ വൺ ആൻഡ് ഓൺലി കരിയർ ഗോൾ ആക്കി വെക്കുക എന്ന് പറയുന്നത് അത്രത്തോളം സെൻസിബിൾ അല്ല. അതുകൊണ്ട് എപ്പോഴും അവർ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം, എനിക്ക് ഏറ്റവും താല്പര്യമുള്ള എൻ്റെ ബെസ്റ്റ് അഭിരുചിയും ബെസ്റ്റ് കഴിവും എനിക്ക് പുറത്തെടുക്കാൻ പറ്റുന്ന ഒരു വിഷയം ബിരുദത്തിന് തിരഞ്ഞെടുക്കുക. അത് ബിരുദമായിട്ട് എടുക്കുക. അതിനുശേഷം സിവിൽ സർവീസിനെ പറ്റി ചിന്തിക്കുക എന്നുള്ളതാണ് എപ്പോഴും ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ ഈ അടുത്ത് 12th ഫെയിൽ ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ട, ചർച്ച ചെയ്യപ്പെട്ട സിനിമയാണ്. അതിൽ റിപ്പീറ്റ് എന്നുള്ളൊരു സക്സസ് മന്ത്ര റിപ്പീറ്റ് എന്നുള്ളതാണ്. അപ്പോൾ അത് കാണുമ്പോഴും ചിലപ്പോൾ ആളുകൾക്ക് ഒരു സംശയം തോന്നുന്നത്, ഇതിപ്പം ഞാൻ ഡിഗ്രി കഴിഞ്ഞു, സിവിൽ സർവീസ് കോച്ചിങ്ങിന് പോകുന്നു, ഇത് കിട്ടുന്നിടത്തോളം എത്ര വർഷങ്ങളുടെ കണക്കാണല്ലോ. നമ്മൾ എത്രയും പെട്ടെന്ന് ഏറ്റവും നല്ല ശമ്പളത്തിൽ ജോലിയിലേക്ക് പോകുക എന്നുള്ളതാണ് പൊതുവെ എല്ലാവരുടെയും ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ അങ്ങനെയാണ് ചിന്തിക്കുക. അപ്പം ഏത് പ്രായത്തിൽ, പല പ്രായത്തിൽ സിവിൽ സർവീസ് മോഹം വരാം. ഇപ്പം സ്റ്റുഡൻ്റ് ആയിരിക്കും, ഒരു +2 സ്റ്റുഡൻറ്റ്, അപ്പോൾ സിവിൽ സർവീസ് മോഹം വന്നാൽ എന്ത് ചെയ്യണം? ഇനി അതല്ല, നിങ്ങളൊരു പഠിച്ച് ഒരു UG കഴിഞ്ഞ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഒരു ജോലിയിലേക്ക് എത്തി, അപ്പോഴും നിങ്ങൾക്ക് സിവിൽ സർവീസ് മോഹം ഉണ്ടെങ്കിൽ അങ്ങനെ പല ഏജ് ഗ്രൂപ്പിൽ നമ്മൾ എങ്ങനെ സിവിൽ സർവീസിനെ സമീപിക്കും? നമുക്ക് 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള NCERTയുടെ സോഷ്യൽ സ്റ്റഡീസ് ടെക്സ്റ്റ് ബുക്കുകളാണ് സിവിൽ സർവീസിൻ്റെ ഏറ്റവും ബേസിക്കായ ഒരു റോ മെറ്റീരിയലായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതിൻ്റെ കൂടെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നടക്കുന്ന ഡെവലപ്മെൻറ്റ്സ്, എക്കോളജി എൻവയോൺമെൻറ്റിൽ നടക്കുന്ന ഡെവലപ്മെൻറ്റ്സ്, ഈ വിഷയങ്ങളുടെ കറണ്ട് അഫയേഴ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു, പത്രം വായിച്ചിട്ടുണ്ടാവുന്ന ആ അറിവ്, ഇന്ത്യയും ലോകത്തെ രാജ്യങ്ങളുമായിട്ട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു, ഇത്തരം കാര്യങ്ങളിലാണ് സിവിൽ സർവീസിൻ്റെ ഇത് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലൊരു 6ാം ക്ലാസ് വിദ്യാർത്ഥി സത്യത്തിൽ സിവിൽ സർവീസിന് വേണ്ട കാര്യം കൂടെയാണ് പഠിക്കുന്നത്. അത് അൺനോയിങ്ലി ആണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത്
6ാം ക്ലാസ്സിലെ കുട്ടിക്ക് നമ്മൾ സിവിൽ സർവീസ് പരിശീലനം അല്ല കൊടുക്കേണ്ടത്. 6ാം ക്ലാസ്സിലെ കുട്ടിക്ക് അവൻ ഗ്രാജുവേറ്റ് ചെയ്യുന്ന സമയത്തേക്ക് സിവിൽ സർവീസ് പരീക്ഷ കൂടെ എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള അഭിരുചിയും സ്കില്ലും ഉണ്ടാവാൻ നമ്മൾ അവനെ സഹായിക്കണം. അതായത് അവൻ മാത്സ് പഠിക്കുമ്പോൾ അവനൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, അത്തരം ചോദ്യങ്ങൾ നേരിടാനുള്ള സ്കില്ല് കൂടെ കൊടുക്കുന്ന രൂപത്തിൽ നമ്മളൊരു കോഴ്സ് ഡിഫൈൻ ചെയ്യുകയും അത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയും വേണം. അത് അവരുടെ ഓവറോൾ എംപ്ലോയബിലിറ്റീനെ എൻഹാൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു, പലപ്പോഴും നമ്മൾ ഇംഗ്ലീഷ് ഭാഷനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിപ്പിക്കുന്നതിന് പകരം ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിൽ റീഡിംഗ് കോംപ്രിഹെൻഷൻ വരും, അത് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സ്കിൽ സെറ്റ് അവർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പോൾ ഇനിയത്തെ കാലത്ത് നമ്മൾ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്യേണ്ടത് അവരുടെ കൺവെൻഷണൽ സിലബസിനോടൊപ്പം അവർക്ക് റീസണബിളായ ഭാവിയിൽ ഇത്തരം കോമ്പറ്റീറ്റീവ് എക്സാമിനെ നേരിടാൻ പറ്റുന്ന തരത്തിലുള്ള സ്കിൽ സെറ്റ് കിട്ടുന്നുണ്ടോ നമ്മൾ ഉറപ്പുവരുത്തണം. കേരളം അതിൽ പർട്ടിക്കുലർ ഡിസഡ്വാൻറ്റേജ് ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. കാരണം നിങ്ങൾ നോക്കിയാൽ കേരളത്തിൽ ഡൽഹി യൂണിവേഴ്സിറ്റിക്കുള്ള എൻട്രൻസ് അത് നമ്മളൊരു നാഷണൽ ലെവൽ എൻട്രൻസ് വെച്ചപ്പോൾ കേരളത്തിലുള്ള ആളുകളുടെ എണ്ണം വലിയ തോതിൽ കുറഞ്ഞു പോയി. അതേസമയം +2ൻ്റെ മാർക്ക് അതിൻ്റെ അടിസ്ഥാന യോഗ്യതയായിരുന്നപ്പോൾ ആയിരക്കണക്കിന് കുട്ടികൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രധാനപ്പെട്ട കോളേജുകളിലെല്ലാം പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം നമ്മുടെ സ്കൂൾ ലെവലിലെ നമ്മൾ നടത്തുന്ന നമ്മുടെ പബ്ലിക് എക്സാമിലൂടെ നമ്മൾ കൈവരിച്ചു എന്ന് കരുതുന്ന കോമ്പീറ്റൻസ് ഒരു നാഷണൽ ലെവൽ എക്സാമിൽ പ്രയോഗിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് 6th to 12th കുട്ടികൾക്ക് നമ്മൾ സിവിൽ സർവീസ് ഉൾപ്പെടെ എന്ത് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും ചെയ്യേണ്ടത് അവരിപ്പോൾ പഠിക്കുന്ന അറിവുകൾ പ്രയോഗക്ഷമമാക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സസ് ആണ്. അതിന് മുകളിലേക്കുള്ള ഡിഗ്രി പഠിക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ച് അവന് ഗൗരവമായിട്ട് സിവിൽ സർവീസിൻ്റെ സിലബസ് പഠിച്ചു തുടങ്ങാം. അപ്പോൾ അവർ ചെയ്യേണ്ടത് അവരുടെ കോളേജിനോട് ചേർന്ന് വേണമെങ്കിൽ അവർക്ക് സമയം അനുവദിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഫൗണ്ടേഷൻ കോഴ്സ് അറ്റൻഡ് ചെയ്യാം. മേ ബി ഒരു 60 to 120 hours ഒക്കെ ഒരു വർഷം വരുന്ന ഫൗണ്ടേഷൻ കോഴ്സസ് അവർ ഡിഗ്രി ലെവലിൽ അറ്റൻഡ് ചെയ്യുന്നത് ഓക്കെയാണ്. 6ാം ക്ലാസ്സിലെ ഒരു കുട്ടീനെ നിങ്ങൾ IAS കാരനാവുന്നു അവിടെ തീരുമാനിപ്പിക്കുന്നത് അതിക്രമമാണ്. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് ആ രൂപത്തിലല്ല അത് കടക്കേണ്ടത്. അതിന് പകരം നമ്മൾ അവനോട് ജീവിതത്തിൽ അവരുടെ എല്ലാ സാധ്യതകളെയും ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റുള്ള കുട്ടിയാക്കാൻ നിലവിലെ വിദ്യാഭ്യാസത്തോടൊപ്പം അവൻ കുറച്ചുകൂടെ കൂടുതൽ സ്കിൽസ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതിന് പറ്റുന്ന കസ്റ്റം മെയ്ഡായ കോഴ്സുകൾ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്.